ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2 പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു, നേന്ത്രപ്പഴം. അപ്പോൾ ഞാൻ കരുതി ഇത് വെച്ചിട്ട് കുട്ടികൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അന്ന് ബ്രൗണി ഉണ്ടാക്കിയപ്പോഴും കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കേക്ക് ആക്കി തരുമോ സ്കൂളിലേക്ക്. അപ്പോൾ ഏതായാലും പഴം ഇട്ടിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഈ പഴത്തിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ആ ഫോർക്ക് വെച്ചിട്ട് തന്നെ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം വെനില എസൻസ് ഒറ്റിച്ചിട്ട് ഒന്നുകൂടി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഒരു സ്ട്രെയിനറിലേക്ക് 1 കപ്പ് വീറ്റ് ഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മുട്ടയും പഴവും മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഈ ഡ്രൈ മിക്സ് ഇട്ടിട്ട് കുറച്ചായിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ വീറ്റ് ഫ്ലോറിന് പകരം മൈദയും ചേർക്കാവുന്നതാണ്. പിന്നെ ഇനി ഒരു 1/4 കപ്പിൽ പാലെടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ബട്ടർ മെൽറ്റ് ആയിക്കോളും. ഇനി അതൊന്ന് ഈ നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ അതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, അതിൽ നിന്ന് പകുതി മാത്രം ഇട്ടിട്ട് ബാക്കി നമുക്ക് മേലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടെടുക്കാമെന്ന് കരുതി. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിൽ നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റിൻ്റെ ബാക്കിയില്ല, അത് മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ 30 മിനിറ്റ്സിന് ശേഷം എൻ്റെ ചോക്ലേറ്റ് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.